24 പേരടങ്ങുന്ന ഒരു സംഘം ചെറുപ്പക്കാർ കാട്ടിൽ മരം വെട്ടുകയായിരുന്നു. പെട്ടെന്ന് അപ്രതീക്ഷിതമായി മഴ പെയ്തു. മഴ മാറുന്നതുവരെ കാത്തിരിക്കാനായി അവർ തൊട്ടടുത്തുള്ള ഒരു കുടിലിലേക്ക് മാറി നിന്നു. അല്പസമയത്തിനകം വലിയ ഇടിമിന്നൽ ആരംഭിച്ചു. ഇടിമിന്നലിന്റെ ശബ്ദം അതീവ കഠോരമായിരുന്നു. അത് മേൽക്കൂരയിൽ വന്നിടിച്ച് തിരിച്ചു പോകുന്നത് പോലെ എല്ലാവർക്കും തോന്നി. നിമിഷങ്ങൾക്കകം അത് ഭീകരമാവുകയും എല്ലാവരും ഭയന്നു വിറയ്ക്കുകയും ചെയ്തു. അവസാനം അവർ കൂടിയാലോചിച്ചു. തങ്ങളിൽ ആരോ ഒരാളുടെ ഭാഗ്യക്കേട് കൊണ്ടാണ് ഇടിമിന്നൽ ആക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരായി പുറത്തേക്ക് പോകാം. ആരുടെ മേൽ ഇടിമിന്നൽ പതിക്കുന്നുവോ അയാൾ മരിക്കും, ബാക്കിയുള്ളവർ രക്ഷപ്പെടും. അങ്ങനെ ഒന്നിനു പിറകിൽ ഒന്നായി അവരിൽ 23 പേരും പുറത്തേക്ക് പോവുകയും സുരക്ഷിതരായി മടങ്ങിയെത്തുകയും ചെയ്തു. അവസാനം 24-ാമൻ മാത്രം ബാക്കിയായി. യഥാർത്ഥ അപകടകാരി അയാളാണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. പക്ഷേ അയാൾ പുറത്തേക്ക് പോകാൻ വിസമ്മതിച്ചു. നീ കാരണമാണ് ഞങ്ങൾ എല്ലാവരും ബുദ്ധിമുട്ടുന്നതെന്ന് പറഞ്ഞ് അവരെല്ലാവരും ചേർന്ന് അയാളെ വലിച്ചിഴച്ച് പുറത്തേക്കെറിഞ്ഞു. അയാൾ പുറത്തേക്ക് വീണ നിമിഷം വലിയൊരു ഇടിമിന്നൽ ആ കുടിലിലേക്ക് പതിക്കുകയും അതിനകത്തുണ്ടായിരുന്ന 23 പേരും കത്തിച്ചാമ്പലാവുകയും ചെയ്തു. 24-ാമൻ മാത്രം രക്ഷപ്പെട്ടു. ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ സംഭവിക്കാറുണ്ട്. യഥാർത്ഥ തെറ്റ് നമ്മുടെ ഭാഗത്തായിരിക്കുമ്പോഴും നാം മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ മറ്റുള്ളവരുടെ സഹായം കൊണ്ട് നാം വലിയ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാറുണ്ടെങ്കിലും അതിന്റെ മൂല്യം നമുക്ക് മനസ്സിലാകാതെ പോകും.